ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ചേച്ചി, എനിക്കൊരു പ്രോബ്ലം അത്, എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഓക്കെ. എൻ്റെ വളരെ കംഫർട്ട് ആയിട്ടുള്ള 2-3 ആൾക്കാരെ ഫോൺ അല്ലാതെ വേറെ ഫോൺസ് വരുമ്പോൾ എനിക്കൊരു എന്താ പറയാ, അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമേ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഗ്രീൻ ബട്ടൺ അമർത്താൻ തോന്നാറുള്ളൂ. അപ്പം ചിലപ്പോൾ എനിക്ക് തിരിച്ചു വിളിക്കാനും മടിയാവും. ഞാൻ അങ്ങനെ കംഫർട്ടബിൾ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാന്ന്. ചിലപ്പോൾ ഞാൻ സ്കിപ്പായി പോവും. എനിക്കറിയാം അത് ഇമ്പോർട്ടൻസ് കോൾസ് ഒന്നും അല്ലാന്ന്. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് എടുക്കാൻ എന്തുകൊണ്ടോ എനിക്കൊരു പ്രോബ്ലം. അതുപോലെ മെസ്സേജസ് വന്നു കഴിഞ്ഞാലും വോയിസ് മെസ്സേജസ് ആണെങ്കിൽ എനിക്കത് പ്ലേ ചെയ്ത് കേൾക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള 2-3 ആൾക്കാരത് എനിക്ക് പ്രശ്നവുമില്ല. അപ്പൊ ചില സമയത്തൊക്കെ അവരിങ്ങനെ എന്താ പറയാ, അവരുടെ ഭാഗത്ത് തെറ്റൊന്നും അല്ല, അവര് ചിന്തിക്കുന്നത് എന്താണ് വിളിച്ചിട്ട് എടുക്കാത്തത് എന്നുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് ആൻസർ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഇതിനെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാണേണ്ടത്? ഓക്കെ, വെരി സിമ്പിൾ. ഇന്നിപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ 10 ആൾക്കാർ എന്നെ ഫോൺ ചെയ്തോളൂ. കുറേ ആൾക്കാർ എൻ്റെ നമ്പർ ഉണ്ടാവും. ഒരു ഫോൺ പോലും ഞാൻ എടുക്കില്ല. ഒരു ഫോൺ പോലും ഞാൻ എടുക്കില്ല. റിങ്ങേ ഉണ്ടാവും, ഞാൻ ഡാൻസ് ചെയ്യും, പക്ഷെ എടുക്കില്ല. വൈ? ബിക്കോസ് ഐ വോണ്ട് ടേക്ക് എനി ഫോൺ കോൾ വിച്ച് ഇസ് നോട്ട് രജിസ്റ്റേർഡ്. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത, ഞാൻ ഇവിടെ സേവ് ചെയ്യാത്ത, ഞാൻ അറിയാത്ത ഏതൊരു കോൾ, ചിലപ്പോൾ അതെനിക്ക് നല്ലതായിരിക്കാം ആ കോള്, പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എടുക്കാൻ പോകുന്നില്ല. യു ഗോട്ട് മീ? ഇറ്റ്സ് നോട്ട് എനിക്ക് കംഫർട്ടബിൾ അല്ല, കംഫർട്ടാണ്. ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഓൺ ദാറ്റ്. എന്റെ സിറ്റുവേഷനിലും ഇപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു കോൾ കൊണ്ട്. എക്സാക്ട്ലി. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. ഇതിനാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയാം. എല്ലാവരും ബൗണ്ടറി എന്ന് എഴുതിയേക്കാം. നിങ്ങൾ മെന്റലി നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അറിയില്ല ബൗണ്ടറി എന്നുള്ളത്, പക്ഷെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബൗണ്ടറി ശരിക്കും നിങ്ങളെ ഫോക്കസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നല്ല ഒരു ഹാബിറ്റാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ. ഈ ഫോൺ കോൾസ് ചിലപ്പോൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യും. നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലൊരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ? അല്ലേ? ശരിയല്ലേ? ഒരു ഫോൺ കോൾ എനിക്ക് ആ കോള് വരുമ്പം എനിക്കറിയാം അത് എനിക്ക് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലാന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് അവരോടുള്ള റിലേഷൻ എന്താണെന്നും അറിയാം. അപ്പൊ എനിക്ക് എന്താ പറയാ, അത് എടുത്ത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എന്തോ സാധനം അതിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ളതും അറിയാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലാ വരിക. അപ്പൊ ഞാൻ അത് സൈലന്റ് ആക്കി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണത് അത് അതേപോലെ തുടരാം. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം അത് അതേപോലെ തുടരുക. അതിൽ യാതൊരു കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ടൈം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ. ഈ ടൈം എന്നുള്ളത് എൻ്റെ ഒരു കോർ വാല്യൂയിൽ ഒരു കാര്യം ടൈമാണ്. എൻ്റെ ഒരു 2 മിനിറ്റ് ആരെങ്കിലും വെറുതെ വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചിലപ്പോൾ ഞാൻ ആ ആളെ ഡിലീറ്റ് ചെയ്യും, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ വളരെ സ്ട്രിക്റ്റ്, എൻ്റെ ടൈമിനായിട്ട് കളിക്കാൻ പറ്റും, ഞാൻ ആരെയും തന്നെ സമ്മതിക്കില്ല. അപ്പം നിങ്ങൾ ഇപ്പം എന്താണ് ചെയ്യേണ്ടത് അത് അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കറക്റ്റ് ചെയ്തില്ല, ഇനി ഒരു അർജന്റ് ആയിട്ടുള്ള കോളാന്ന് വിചാരിക്കാം, എൻ്റെ കോളാന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളൊരു സുഹൃത്താന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ കിട്ടണം, ഒരു എന്തോ കാര്യം അത്യാവശ്യമായിട്ട് പറയാൻ. ഞാൻ നിങ്ങളെ വിളിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ല. അപ്പം അർജന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അർജന്റ് ആയിട്ടുള്ള ഒരു കോൾ ഉണ്ടെങ്കിൽ ചിലപ്പം ഈ ആള് ശരിക്കും നിങ്ങളെ അടുത്ത റിലേറ്റീവ് ആ റിലേഷനുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അടുത്ത റിലേറ്റീവിൽ ഒരു നമ്പർ ഇയാളുടെ അടുത്തുണ്ടാവുമല്ലോ. നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഹസ്ബൻഡിന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടാവുമല്ലോ.
ഉണ്ടാവും. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയും നിങ്ങൾ വൈഫിനോട് ഒന്ന് സംസാരിക്കുന്ന ഒരു കാര്യം പറയാണ്ട്. ചിലപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് ആയിരിക്കാം, കസിൻസ് എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയാം ഒന്ന് വിളിക്കുമോ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന്. അപ്പോൾ എന്നോട് ചിലപ്പോൾ എൻ്റെ വൈഫ് പറയലുണ്ട് റിങ് ചെയ്യുമ്പം എന്തുകൊണ്ട് എടുക്കണില്ലെന്ന്. അപ്പോൾ ഞാൻ പറയും അർജൻറ്റ് ആണെങ്കിൽ, എൻ്റെ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിൽ, എൻ്റെ അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ നമ്പർ അവരെടുത്തുണ്ടാവും. മനസ്സിലാണോ നിങ്ങൾക്ക്? അവർ വിളിക്കും. പക്ഷേ എനിക്ക് വരുന്ന നമ്പേഴ്സിൽ പേരില്ല. അപ്പം എൻ്റെ നമ്പർ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ സ്ഥലത്തും എൻ്റെ നമ്പേഴ്സ് ഉണ്ട്. എനിക്ക് വ്യത്യസ്ത നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ആ നമ്പേഴ്സൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർ വിളിക്കും, എനിക്കറിയില്ല ഇത് ഏതാന്ന്. റീസെൻ്റ്ലി എനിക്ക് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകനെ നിങ്ങൾ സഹായിക്കണം. ഞാൻ പറഞ്ഞു എന്ത് സഹായിക്കണം? മകന് നിങ്ങൾ ഒന്ന് കോച്ച് ചെയ്ത് ശരിയാക്കണം. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? എനിക്ക് നിങ്ങളാരാന്നറിയില്ല, മകൻ ആരാന്നറിയില്ല. അങ്ങനത്തെ ഒരുപാട് കേസ് വരുന്നുണ്ട്. മകൻ ഇപ്പം ജയിലിൽ നിന്ന് വന്നിട്ടുള്ളൂ. 5 കൊല്ലം ജയിൽ കഴിഞ്ഞിട്ട് വന്നതാണ്. അവന് മയക്കുമരുന്നിൻ്റെ അഡിക്റ്റ് ആയിരുന്നു. ഒന്ന് നിങ്ങൾ ശരിയാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞു 5 വർഷം ജയിലിൽ കിടന്നിട്ട് മയക്കുമരുന്ന് കൊണ്ട് ശരിയാവാത്ത ആൾ ഞാൻ എന്ത് ചെയ്യാനാ? മനസ്സിലാണ്ട്? അങ്ങനത്തെ കേസുകൾ എനിക്ക് വരില്ല. അവരോട് പറഞ്ഞാലും അവർ കേൾക്കൂല. മനസ്സിലാണ്ട്? അവരോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കേൾക്കില്ല. അവർ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞിട്ട്. കാരണം അവർ ആ പെയിനിൽ കൂടെ പോകണവരെ അവർ വിളിക്കണേ, എവിടെന്നെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വിളിക്കണേ. പക്ഷേ ഇങ്ങനത്തെ ഓരോരോ കോൾസ് വരുമ്പോൾ ഞാനത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോകുന്നില്ല. അറിയുന്ന ഏതെങ്കിലും കോളിൽ വരികയാണെങ്കിൽ, പക്ഷേ എനിക്കറിയാം ഈ ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടൈം പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതും എടുക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ അർജൻറ്റ് കേസാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എൻ്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്താ ചെയ്യണത് അത് അതേപോലെ ചെയ്യും. ഹാപ്പിയാണോ? അപ്പം അവര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ. ആ സ്നേഹം കൊണ്ട് വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാത്ത കാരണം ആ സ്നേഹം കുറയാണെങ്കിൽ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരാൾ വിളിച്ചു, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ബിസിയായ കാരണം ആ കോൾ എടുത്തില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ ആൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ എടുത്തില്ല എന്ന് വിചാരിക്കുക. ആ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളൊരു തെറ്റാണെങ്കിൽ ആൾ തെറ്റിക്കോട്ടെ. അങ്ങനത്തെ ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നല്ലത്. മനസ്സിലാവുണ്ടോ? ആള് പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള. ആള് ചീത്ത എന്നല്ല ഞാൻ പറഞ്ഞത്. ആള് നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല. യു വിത്ത് മീ? അപ്പോൾ ഇങ്ങനത്തെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു കോഡ് ഇടും. ഓക്കെ, ഞാൻ കോഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ മൊബൈലിൽ ഒരു കോഡുണ്ട്. ആ കോഡ് ഞാൻ എവിടെയാണ് ഇടുന്നത് ആ വ്യക്തിനെ ഞാൻ ടച്ച് ചെയ്യില്ല. ചിലർ ഞാൻ ബ്ലോക്കും ചെയ്യും. അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ചിലർ ഞാൻ ബ്ലോക്ക് ചെയ്യും, ചിലർ ഈ ഒരു കോഡ് ഞാൻ ഇടും. നോട്ട് ഗുഡ് ഫോർ മീ എന്നുള്ള കോഡ്. അപ്പോൾ നോട്ട് ഗുഡ് GFM ആ കോഡ് ഞാൻ ഇട്ടുണ്ടാവും. ആ കോഡ് കാണിച്ചിട്ടുള്ള നമ്പർ വരികയാണെങ്കിൽ ഞാൻ ആ നമ്പർ എടുക്കില്ല. കാരണം എനിക്കറിയാം ആൾ ചിലപ്പോൾ ഞാൻ അറിയുന്ന ആളായിരിക്കും, പക്ഷേ ആ ആൾ നല്ലതല്ല എന്നല്ല, പക്ഷെ ആ വ്യക്തി എനിക്ക് നല്ലതല്ല, ടൈം വേസ്റ്റ് ചെയ്യുന്ന ആളായിരിക്കാം. സോ ഐ ഡോണ്ട് പിക്ക് അപ്പ് ദ ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Got it? Yes. Happy? Yes. Thank you. Next Hello? caller, please.